പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഹല്ലേലൂയ ജാനുവരി മാസം 15-ാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ നടത്തിയത്. ആ കർത്താവിൻ്റെ വൻ കൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. പിതാവേ, കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവ്, ഈ പ്രതികൂലങ്ങൾ നിറഞ്ഞ ലോകത്തിൽ, അപകടങ്ങൾ നിറഞ്ഞ ലോകത്തിൽ, അനർത്ഥങ്ങൾ നിറഞ്ഞ ലോകത്തിൽ, ശത്രുവിൻ്റെ പദ്ധതികൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ലോകത്തിൽ ഞങ്ങളെ കൺമണി പോലെ സൂക്ഷിച്ച കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പോലെ കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ ഒളിപ്പിച്ചു വെച്ച ദൈവകൃപയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം 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 സ്തോത്രം. അപ്പ രാത്രികാലം നല്ല ഉറക്കം തന്നല്ലോ. രാത്രിയിലെ ഭയത്തിൽ നിന്നും ഇരുട്ടിരിക്കുന്ന മഹാമാരിയിൽ നിന്നും കഴിഞ്ഞ രാത്രികാലം ഞങ്ങളെ വിടുവിച്ച് സ്വസ്ഥമായി ഉറങ്ങുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ തന്നതിന് സ്തോത്രം. രാത്രിയിൽ ഞങ്ങളുടെ മേലുണ്ടായിരുന്ന അങ്ങയുടെ കാവലിനായിട്ട്, കരുതലിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം 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 സ്തോത്രം. അപ്പ നന്ദിയോടെ സ്തോത്രം സ്തോത്രം. അധികാരത്തിൽ എഴുന്നേറ്റുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ ഈ പ്രഭാതം ഞങ്ങൾക്ക് തന്നതിന് ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം 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 സ്തോത്രം. അപ്പ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലം ഞങ്ങൾ അങ്ങയുടെ കൈകളിലേക്ക് തരുന്നു. അങ്ങ് ഞങ്ങളെ ജയത്തോടെ നടത്തുന്നതിന് സ്തോത്രം. ആൽഫയും ഒമേഗയുമായവൻ ഈ പകൽ മുഴുവൻ കണ്ടു കഴിഞ്ഞിരിക്കുന്നല്ലോ, അതിനായിട്ട് സ്തോത്രം. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം അപ്പം കണ്ടതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങ് ഓൾറെഡി അങ്ങയുടെ കൈ നീട്ടിക്കഴിഞ്ഞിരിക്കുന്നതിന് സ്തോത്രം. അങ്ങയുടെ ദൂതന്മാരെ ഞങ്ങൾ പോകുന്ന സകല വഴികളിലും അങ്ങ് വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കൃപ ഇന്ന് പകൽക്കാലം എക്സ്ട്രാ ഓർഡിനറി ഗ്രേസ് അനുഭവിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ തരുന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അപ്പം ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സങ്കീർത്തനക്കാരൻ 96-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയും, 95-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നത്, വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക, നാം സ്തോത്രത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ കർത്താവിനെ ഘോഷിക്കുക. യഹോവ മഹാദൈവമല്ലോ, കർത്താവ് സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളോടുള്ള അങ്ങയുടെ ദയ വലുതാകിയാൽ സ്തോത്രം, ഞങ്ങളോടുള്ള അങ്ങയുടെ കൃപ വലുതാകിയാൽ സ്തോത്രം. പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും അങ്ങയുടെ ദയ, അങ്ങയുടെ കരുണ ഞങ്ങളെ വിട്ടുമാറുന്നില്ലല്ലോ, അതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. താങ്ക് യു ലോർഡ്. എല്ലാവരുടെയും ആവശ്യങ്ങളെ അപ്പയ്ക്ക് അറിയാം, എല്ലാവരുടെയും വിഷമങ്ങളെ അപ്പയ്ക്ക് അറിയാം, എല്ലാവരുടെയും ആമേൻ ആത്മീക അവസ്ഥകൾ, മാനസിക അവസ്ഥകൾ, ശാരീരിക അവസ്ഥകളെല്ലാം അപ്പയ്ക്ക് അറിയാം. ഇന്ന് പ്രഭാതത്തിൽ അങ്ങ് അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നതിന് സ്തോത്രം. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവിൻ്റെ കരം ഇപ്പോൾ നീട്ടി, ആമേൻ. യെസ്, അന്ന് കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കി യേശുവിൻ്റെ കരം ഇന്ന് പ്രഭാതത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീട്ടപ്പെട്ടിരിക്കുക. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ന്യൂമോണിയാൽ ഭാരപ്പെട്ട് ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇപ്പോൾ അത്ഭുതം നടക്കട്ടെ. ലങ്സ് ക്ലിയർ ആകട്ടെ. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ന്യൂമോണിയയ്ക്ക് കാരണമായ ഇൻഫെക്ഷനുകൾ ഇപ്പോൾ മാറിപ്പോകട്ടെ. അത്ഭുത സൗഖ്യങ്ങൾ യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധാത്മാവിന് നന്ദി, പരിശുദ്ധാത്മാവിന് നന്ദി, പരിശുദ്ധാത്മാവിന് നന്ദി. ചെവി സംബന്ധമായ എല്ലാ ബുദ്ധിമുട്ടുകളും ഈ പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തലകറങ്ങുന്ന അനുഭവങ്ങൾ, നടക്കുമ്പോൾ ബാലൻസ് നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആരോഗ്യവും സൗഖ്യവും യേശുവിൻ നാമത്തിൽ തൻ്റെ മക്കളുടെ മേൽ ഇപ്പോൾ തന്നെ ഉണ്ടാകുന്നതിന് സ്തോത്രം. വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തിക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. മാസങ്ങളായി ജോലി ചെയ്തിട്ടും ശമ്പളം ലഭിക്കാതിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇപ്പോൾ തന്നെ അങ്ങയുടെ കൈ നീട്ടി ഒരു അത്ഭുതം ചെയ്യണമേ. ആമേൻ. മാസങ്ങളായി പെൻഡിങ് കിടക്കുന്ന സാലറി യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ റിലീസാകട്ടെ. യെസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് റിലീസാകട്ടെ. അതുമാത്രമല്ല, ആമേൻ, ബിസിനസ് ചെയ്യുന്നവർ, മാസങ്ങളായി പേയ്മെൻറ്റുകൾ പെൻഡിങ് ആയിട്ടിരിക്കുന്നവർ, ആമേൻ, ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുവാനുള്ള പണം, അവരുടെ കസ്റ്റമേഴ്സിൽ നിന്ന് ലഭിക്കുവാനുള്ള പൈസ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അതും റിലീസായി വരട്ടെ. അത്ഭുതം സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ.
ആമേൻ. താങ്ക് യു ലോർഡ്. അങ്ങ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും നന്ദി. അങ്ങയുടെ കരുണയ്ക്കും കൃപയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് ഇടപെടുന്ന വിധങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ മേൽ കർത്താവിൻ്റെ പ്രത്യേക ഗ്രേസും പ്രത്യേക പ്രൊട്ടക്ഷനും കൊടുത്ത് അനുഗ്രഹിക്കണം. ആമേൻ. പ്രാർത്ഥന കേട്ടതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. സകല മഹത്വവും പുകഴ്ചയപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടൊപ്പം ഇരിക്കട്ടെ. പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ഓൺലൈൻ മീറ്റിംഗ് ഇന്ന് കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം വൈകിട്ട് 9:30 ആരംഭിക്കും. പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ മീറ്റിങ്ങിൽ നിങ്ങൾ പങ്കെടുക്കണമേ എന്ന് ഓർപ്പിക്കുകയാണ്. ആമേൻ, ആമേൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചാലോ? ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിന് വേണ്ടി എല്ലാവരും കൈകൾ ഉയർത്തിക്കുക. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിന് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. സ്പെഷ്യൽ ബ്ലെസ്സിങ് ഇന്നത്തെ വൈകിട്ടത്തിൽ ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ പ്രത്യേക കൃപ ഇന്നത്തെ മീറ്റിങ്ങിൽ വ്യാപരിക്കട്ടെ. ആമേൻ. ജനം യേശുവിൻ്റെ നാമത്തിൽ കടന്നു വരട്ടെ. വചനം യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. അടയാളങ്ങളും അത്ഭുതങ്ങളും സൗഖ്യങ്ങളും യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് നന്ദി പറയുന്നു. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ആരും മിസ് ചെയ്യരുത് കേട്ടോ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഒരാൾ പോലും വൈകിട്ടത്തെ മീറ്റിംഗ് മിസ് ചെയ്യരുത്. നിങ്ങളിപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ഇന്ത്യൻ സമയം 9:30 നിങ്ങളൊരു അലാം സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് ആ സമയമാകുമ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യണം. പലരും ജോയിൻ ചെയ്യുന്നത് ലേറ്റായിട്ടാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആദ്യ ഭാഗങ്ങളെല്ലാം മിസ് ചെയ്യുക. നമ്മുടെ ഈ മീറ്റിംഗ് പരിശുദ്ധാത്മാവാണ് നടത്തുന്നത്. അതുകൊണ്ട് ആദ്യം സങ്കീർത്തനം അല്ലെങ്കിൽ ആദ്യം ഒരു പാട്ട് അങ്ങനെയൊന്നും സിസ്റ്റമില്ല. എന്ത് കർത്താവിൻ്റെ ആത്മാവ് നയിക്കുന്നോ അതുപോലാണ് പോകുന്നത്. അതുകൊണ്ട് ദയവേത് നിങ്ങൾ ആദ്യം തൊട്ട് തന്നെ പങ്കെടുക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കണം. അതിനായിട്ട് ആഗ്രഹിക്കണം. നിങ്ങൾ മുൻകൈ എടുത്താൽ അത് നടക്കും. ഒന്നും ഇമ്പോസിബിൾ അല്ല. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി. നമ്മൾ എയർപോർട്ടിൽ പോകണമെങ്കിൽ നമ്മൾ സമയത്തിന് പോകും, ഇല്ലേ? ഹോസ്പിറ്റലിൽ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സമയത്തിന് പോകും. ആരാധനയ്ക്ക് പോകുമ്പോഴും ഇതുപോലുള്ള ആത്മീക കാര്യങ്ങൾക്കുമാണ് നമ്മൾ പലപ്പോഴും ഉഴപ്പ് കാണിക്കുന്നത്. ആത്മീക കാര്യങ്ങളിൽ ഉഴപ്പ് കാണിക്കരുത്. ആത്മീക കാര്യങ്ങളിൽ ഉന്മേഷം കാണിക്കാമെങ്കിൽ ദൈവം നമ്മുടെ കാര്യങ്ങളിൽ ഉന്മേഷം കാണിക്കും. രണ്ടാമത്തെ കാര്യം, ഒരു കാരണവശാലും ആമേൻ മിസ് ചെയ്യരുത് കേട്ടോ. നിങ്ങൾ നിശ്ചയമായിട്ടും അതിൽ പങ്കെടുക്കുക തന്നെ ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങളിപ്പം തന്നെ അവരോട് പറയണം, ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിൽ നിങ്ങളും പങ്കെടുക്കണം. ഞങ്ങൾ പങ്കെടുത്തപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. അതുകൊണ്ട് നിങ്ങളും പങ്കെടുക്കുക എന്നവരോട് പറയുക. കൊരിന്ത്യർ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 9-ാമത്തെ വാക്യം. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ്. എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ, പൗലോസ് അപ്പോസ്തലൻ ആമേൻ വെളിപ്പാടുകളുടെ ആധിക്യം നിമിത്തം നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ഒരു ശൂലം തൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു എന്ന് താൻ പറയുന്നു. ആ ശൂലം താൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ അതെന്നെ വിട്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, അത് വിട്ടുപോകത്തില്ല. അതിന് പകരം മൈ ഗ്രേസ് ഈസ് ഓൾവേസ് മോർ ദാൻ ഇനഫ് ഫോർ യു. എൻ്റെ കൃപ ഇതിനേക്കാൾ എല്ലാം വലുതാണ്, എല്ലാത്തിനേക്കാളും വലുതാണ് എൻ്റെ കൃപ. പൗലോസിന് താങ്ങാൻ കഴിയാത്ത ബുദ്ധിമുട്ട് വന്നപ്പം പൗലോസ് 1 പ്രാർത്ഥിച്ചു, 2 പ്രാർത്ഥിച്ചു, 3-ാം പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോഴാണ് കർത്താവ് പറഞ്ഞ്, ഞാനിത് മാറ്റാൻ സമ്മതിക്കത്തില്ല, പക്ഷേ ഇതിൻ്റെ മേൽ ഞാൻ എൻ്റെ കൃപയെ കൊണ്ടുവെക്കും. ആൻഡ് മൈ പവർ ഫൈൻഡ്സ് ഇറ്റ്സ് ഫുൾ എക്സ്പ്രഷൻ ത്രൂ യുവർ വീക്ക്നെസ്. അപ്പം അതിനകത്ത് പറയുക, എൻ്റെ ശക്തി, ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി അല്ലെങ്കിൽ എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അപ്പം ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഇത് ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന ആലോചന എന്ന് പറഞ്ഞാൽ, നമ്മൾ ബലഹീനതയിലും ജീവിക്കേണ്ട ആവശ്യമില്ല. എന്ത് ബലഹീനതയുണ്ടെങ്കിലും ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അതിനെ ഓവർകം ചെയ്യുന്ന ഗ്രേസ് നമ്മുടെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ കൃപ നമ്മുടെ കൂടെയുണ്ട്. കൃപ എന്ന് പറഞ്ഞാൽ അൺമെറിറ്റഡ് ഫേവറാണ്. നമ്മുടെ കഴിവിനാലോ നമ്മുടെ യോഗ്യതയാലോ ഒന്നുമല്ല നമുക്ക് ദൈവം സൗജന്യമായി തരുന്ന, പക്ഷേ എന്തിനെ ഓവർകം ചെയ്യാൻ കഴിയുന്ന ഒരു കൃപയുണ്ട്. അത് നമ്മൾ ചോദിക്കണം, അപ്പാ അങ്ങയുടെ കൃപ എനിക്ക് വേണം, അങ്ങയുടെ കൃപ എനിക്കതാ, എന്നെക്കൊണ്ട് ഇത് സാധ്യമല്ല. പൗലോസ് പറഞ്ഞു, എനിക്ക് ഈ ബലഹീനത താങ്ങാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇത് താങ്ങാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്നാ പറഞ്ഞു? ആ സാഹചര്യത്തിൽ കർത്താവ് പറഞ്ഞു, കുഞ്ഞെ ഞാനിത് മാറ്റുന്നില്ല, പക്ഷെ ഞാൻ നിനക്കൊരു കൃപ തരാം, ഇതിനെ ഓവർകം ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിനെ മറക്കാൻ, അല്ലെങ്കിൽ ഇതിനകത്തൂടെ ജയകരമായി മുന്നേറുവാൻ ആവശ്യമായ കൃപ ഞാൻ നിനക്ക് തരാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ ലൈഫിലെ എന്ത് ബലഹീനതയായിക്കോട്ടെ, ബാഡ് ഹാബിറ്റ്സ് ആയിക്കോട്ടെ, ദുർസ്വഭാവങ്ങളായിക്കോട്ടെ, മാറ്റാൻ കഴിയുന്നില്ല, നിങ്ങൾ ഇന്ന് പകൽക്കാലം കർത്താവിനുണ്ട്, കർത്താവെ എന്നെ ഇതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരണം, എനിക്കിതിനകത്തുനിന്ന് തന്നെ പുറത്തു വരാൻ കഴിയുന്നില്ല, അതിനുള്ള കൃപ എനിക്ക് തരണം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കരം നമ്മുടെ മേൽ വെക്കും. നമ്മളെ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ കർത്താവ് തൻ്റെ കൈ നീട്ടി നമ്മളെ പുറത്തു കൊണ്ടുവരും.
ഹല്ലേലൂയ. എനിക്കത് ഓവർകം ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ കർത്താവിൻ്റെ കൃപ എനിക്ക് വേണമെന്ന് പറയുമ്പോൾ കർത്താവ് എന്നാ ചെയ്യും? അത് ഓവർകം ചെയ്യാൻ കർത്താവിൻ്റെ കൈവെക്കും നമ്മുടെ മേൽ. കർത്താവ് നമ്മളെ എടുത്തങ്ങ് മാറ്റും. ആമേൻ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പഠിച്ചിട്ട് മനസ്സിലാകാതെ വരുമ്പോൾ, ഇപ്പം നിങ്ങൾക്ക് ഫിസിക്സ് പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല, എക്കണോമിക്സ് പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല, അപ്പോൾ കർത്താവിനോട് പറയാം, കർത്താവേ എന്നെക്കൊണ്ട് ഇത് സാധ്യമാകുന്നില്ല, എനിക്ക് പഠിക്കാൻ നോക്കിയിട്ട് പരിശ്രമിച്ചിട്ട് നടക്കുന്നില്ല. അപ്പോൾ കർത്താവ് എന്നാ ചെയ്യും? കർത്താവിൻ്റെ ഒരു പ്രത്യേക കൃപ നമ്മുടെ മേൽ വരും. ഒരു 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 അതിന് പറയുന്നത് എന്നാ പറയുന്നത്, അൺസീൻ ഇൻഫ്ലുവൻസ് വരും. കർത്താവിൻ്റെ ഒരു അൺസീൻ ഇൻഫ്ലുവൻസ് നമുക്ക് അതിനെ ജയിക്കാനുള്ളൊരു കൃപ വരും. ഈ കൃപ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കാണാൻ കഴിയത്തില്ല, പക്ഷേ കൃപയുടെ റിസൾട്ട് കാണാൻ കഴിയും. ഈ കാറ്റ് നമുക്ക് കാണാൻ കഴിയത്തില്ല, പക്ഷേ ഇലകളും വൃക്ഷങ്ങളും ആടുത കാണുമ്പോൾ നമ്മൾ പറയും കാറ്റടിക്കുന്നുണ്ടെന്ന് പറയും. ഇതുപോലെ ദൈവത്തിൻ്റെ കൃപ ഒരാളുടെ മേൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കൃപ കാണാൻ പറ്റത്തില്ല, പക്ഷേ റിസൾട്ട് കാണാൻ പറ്റും. നമ്മൾ പറയും ഇവൻ്റെ ജീവിതം കണ്ടോ, അവൻ അതിനെയൊക്കെ കൂളായിട്ടാണ് ഓവർകം ചെയ്യുന്നത്. അതിന് കാരണം എന്നാ? ഒരു അൺസീൻ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ കർത്താവിൻ്റെ കൃപ ഈ ആളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. അതുപോലെ നമ്മുടെ ജോലിയിലായാലും കുടുംബജീവിതത്തിലായാലും സ്വഭാവത്തിലായാലും ഏത് കാര്യത്തിലാണെങ്കിലും ഗ്രേസ് വിൽ വർക്ക്. കർത്താവിൻ്റെ കൃപ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മളെന്നാ ചെയ്താൽ മതി? നമ്മൾ പറയണം, കർത്താവേ എനിക്ക് അങ്ങയുടെ കൃപ വേണം. എൻ്റെ ബലഹീനതയിലേക്ക് തികഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ ശക്തി, ആമേൻ, എനിക്ക് പറ്റുന്നില്ല. അവിടെ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ ശക്തി ഇറങ്ങി വരണം, കൃപ തരണം. ആമേൻ. അതിനെ ഓവർകം ചെയ്യുവാൻ, സ്നേഹിക്കുവാൻ, ക്ഷമിക്കുവാൻ, ആമേൻ, കോപങ്ങൾ കളയുവാൻ, ആമേൻ, കർത്താവേ എനിക്ക് കൃപ വരണം. ആ അഡിക്ഷൻ എന്നിൽ നിന്ന് മാറിപ്പോകാൻ എനിക്ക് അങ്ങയുടെ കൃപ വേണം. കർത്താവേ എനിക്ക് അങ്ങയുടെ കൃപ വേണം. കർത്താവേ എനിക്ക് അങ്ങയുടെ കൃപ വേണം. ഇന്ന് പ്രഭാതത്തിൽ എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് അങ്ങയുടെ കൃപ വേണം? ആ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നടക്കും. നിങ്ങളതിനെ ഓവർകം ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് ബലഹീനതയാണ് എന്ന് പറഞ്ഞ് ബലഹീനതയിൽ ഇരിക്കേണ്ട, കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് ചോദിച്ചാട്ടെ. പ്രശ്നത്തിലാണെന്ന് പറഞ്ഞാൽ ആ പ്രശ്നത്തിൽ നമ്മൾ കഴിഞ്ഞുകൂടണ്ട, കർത്താവിൻ്റെ കൃപ ചോദിച്ചാട്ടെ. എല്ലാത്തിനും ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ ഇറങ്ങി വരും കേട്ടോ. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ കൃപ നമ്മുടെ ലൈഫിലേക്ക് ഇറങ്ങി വരും. കർത്താവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ നമ്മുടെ ലൈഫിലേക്ക് ഇറങ്ങി വരും. പരിശുദ്ധാത്മാവ് നമ്മളെ പ്രത്യേകമായിട്ട് സഹായിക്കും. 2025 അനുഭവിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള ദൈവത്തിൻ്റെ കൃപ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അനുഭവിപ്പാൻ ഇടവരട്ടെ. ഇതുവരെ അനുഭവിച്ചതിലും അധികമായ കൃപ വർദ്ധിക്കുന്നത്, അനുഭവിച്ചതിലും അധികമായ കൃപ ഈ 2025 നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഞാൻ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ പ്രത്യേക കൃപ വ്യാപരിക്കട്ടെ, കൃപ വർദ്ധിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി പറ, ഐ ആം ബ്ലസ്ഡ്, ഐ ആം റിയലി ബ്ലസ്ഡ്, ഐ ആം പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. നമ്മൾ നസറേയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, അവൻ കടൽ തീരത്തിലെ മണൽത്തരി പോലെ വർദ്ധിച്ചു പെരുകും. ഇയർ ഓഫ് ബ്ലെസ്സിങ്സ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.